പക്ഷേ ഭായ് ഈ ഫ്ലിപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ഫ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണല്ലോ. മൊത്തത്തിൽ ഇത് ഫ്ലോപ്പ് ആവുമോ? ഫ്ലോപ്പ് ആവാനാണ് ചാൻസ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഈ തള്ളി കയറ്റൂലേ, നമ്മളെ മലയാളത്തിൽ ചെത്ത മരത്തിൽ കയറ്റുക എന്ന് പറയും. അതായത് അകം പൊള്ളയായ ചില മരങ്ങൾ ഇങ്ങനെ നിൽക്കും ഉണങ്ങി, അതിനകത്തൊക്കെ ആൾക്കാരെ പിടിച്ചിട്ട് അവസാനം മോളിൽ ചെന്നിട്ട് ഒടിഞ്ഞു പറഞ്ഞ് താഴെ വീണ് തീരും. അപ്പോൾ ചെത്ത മരത്തിൽ കയറ്റുക എന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. അതുപോലെ ഒരു ഇല്ലായ്മയിൽ നമുക്കൊരു ചെറിയ ലാഭം കിട്ടുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യ ജീവിതത്തിൽ എല്ലാ കാലത്തും പൈസ ഒന്നും ഉണ്ടാവില്ല. ഘട്ടമുണ്ട്. ചെറിയ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ പൈസകൾ കിട്ടുന്നു. അപ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷനായിട്ടൊക്കെ നിൽക്കും, ഈ പൈസ എന്താണ്. കാരണം നമുക്കൊരു പരിധി കൂടെ ഇപ്പോൾ 1-2 ലക്ഷം രൂപ ഉണ്ടാവും ഡ്രംസ് കിട്ടിയാൽ നമ്മളെ ആവശ്യങ്ങളെല്ലാം നടക്കും. ഒരു സാധാരണ ജീവിത നിലവാരം, ഒരു യുഎയിലേക്ക് ജീവിത നിലവാരം, ഇന്ത്യയിലെ ജീവിത നിലവാരമൊക്കെ അത് മതി. അപ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ 1 മില്യനോ 2 മില്യനൊക്കെ പറിച്ചൊന്ന് നമുക്ക് തരും. ഇങ്ങനെ കിട്ടുമ്പം മനുഷ്യന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. ഈ പൈസകൾ എന്തോ ചിലപ്പോൾ പോക്കറ്റിൽ ഇരിക്കുമ്പോൾ ഒരു പേടി, അതല്ലെങ്കിൽ ബാഗിൽ വെച്ചേക്കും ഒരു ബാങ്കിലിട്ട് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമെന്ന് പേടി. കാരണം ഇത് യുഗമല്ലേ. അങ്ങനെ അപ്പോൾ ഇത് സേഫായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നവർക്ക് അടുത്തൊക്കെ ആയിരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ വീഡിയോ കയറി ചെല്ലുന്നത്. അപ്പോൾ ചില മനുഷ്യർക്ക് ചിലപ്പം തോന്നും, എന്താ പറയുക, കുറച്ചും കൂടെ കിട്ടണമെന്നും തോന്നും. അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് കിട്ടുന്നവന് 10 കിട്ടണമെന്നും 10 കിട്ടുന്നവന് 100 കിട്ടണമെന്നൊക്കെ തോന്നുന്ന ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ട് മനുഷ്യർക്കെല്ലാം അത്യാഗ്രഹം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, ദുരാഗ്രഹം ഉണ്ടാവും. എങ്ങനെ എന്തായാലും മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിക്കും. ഇപ്പോൾ UAE മൊത്തം കിട്ടിയ ഒമാൻ കിട്ടണം എന്നൊക്കെ മനുഷ്യൻ ആഗ്രഹിച്ചെന്ന പോലെ ആഗ്രഹിച്ച് നിൽക്കുന്നവരോ ചിലപ്പം സേഫായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കൃത്യമായിട്ട് ചിലപ്പം വലിയ കാൽക്കുലേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കാൽക്കുലേഷൻ തെറ്റിയൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. മാത്രമല്ല നമ്മൾക്ക് ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പൈസ ഒന്നുണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ഈ മാസം 1 മില്യൺ കിട്ടി, അടുത്ത മാസം 1 മില്യൺ കിട്ടും, അടുത്ത 3 മാസം കഴിഞ്ഞ് പിന്നെ 1 മില്യൺ കിട്ടും, അങ്ങനെ ഇത്ര ലക്ഷം രൂപ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു വീഡിയോ ഒക്കെ കിട്ടും. വീഡിയോ അവരെ മുന്നിലേക്ക് ജമ്പ് ചെയ്ത് ചാടും. എന്നിട്ട് ഇതിലേക്കോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കോടികൾ കിട്ടും, ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾ 100,000 മുടക്കുന്നു, 2 മില്യൻ്റെ പ്രോപ്പർട്ടി മേടിക്കുന്നു, അപ്പോൾ 5% നിങ്ങൾ അടച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്നിട്ട് അതിൻ്റെ ഒരു 200 കിട്ടുമ്പോൾ കൊടുക്കുന്നു. അപ്പോൾ 100ന് 200 കിട്ടുമ്പോൾ 100% പ്രോഫിറ്റായി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ വളരെ യാഥാർത്ഥ്യമുള്ള സംഗതിയാണെന്ന് പറഞ്ഞിട്ട് ഈ പൈസകളൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഏജന്റുമാർ പറയുന്നത് ഇവരെ നേരിട്ട് പരിചയം ഉണ്ടാവില്ല. അറിയാവുന്ന ആകെ സോഷ്യൽ മീഡിയയിൽ അവർ പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ട്. ഇവർക്കുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടുണ്ട്, കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും, അവസാനം ഇവർ ആ കമ്പനി രാജിവെച്ച് വേറെ കമ്പനി ജോയിൻ ചെയ്യും. അങ്ങനെ വരും, അങ്ങനെ പല രൂപത്തിൽ വരും. അപ്പോൾ സമയത്ത് ഇവർ പറയുന്ന പോലെ ഫ്ലിപ്പ് ചെയ്യലൊന്നും നടക്കണമെന്നില്ല. അവസാനം അടച്ചുകൊണ്ടിരിക്കും. ഈ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെക്കിൻ്റെ പേരും അഡ്രസ്സും നമ്മൾ തന്നെ പൈസ അടക്കണം. ഏജൻറ്റ് പൈസ അടയ്ക്കില്ല, വേറെ ആരും പൈസ അടയ്ക്കില്ല. നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ബാധ്യത നമ്മൾ തന്നെ അടയ്ക്കണം. നമ്മുടെ ക്യാഷ് ഫ്ലോ കുറഞ്ഞു പോയാൽ നമ്മൾ തന്നെ അതിന് ഉത്തരവാദിത്വം.